NHS പിരിച്ചുവിട്ടു. അതുപോലെ തന്നെ NHSൽ വർക്ക് ചെയ്യുന്ന മലയാളികളടക്കമുള്ള പതിനായിരക്കണക്കിന് ആളുകളുടെ ജോലി നഷ്ടമാകും. ഇനി പലരും നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരും എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നു. ഇതിനെക്കുറിച്ച് ഒത്തിരിയധികം മെസ്സേജുകൾ എനിക്ക് വന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, എല്ലാ രാജ്യത്തെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് ആ രാജ്യത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ UK-ലെയും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റാണ് UK-ലുള്ള കംപ്ലീറ്റ്ലിയുള്ള ഹെൽത്ത് കെയർ സിസ്റ്റത്തെ മാനേജ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ UK-ലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയപ്പെടുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ അല്ലെങ്കിൽ DHSC എന്നാണ് അറിയപ്പെടുന്നത്. ഇവരാണ് UK-ലെ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നതും. ഇതൊരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റാണ് മൊത്തമായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതൊക്കെ. ഈ UK-ലെ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ അറിയപ്പെടുന്നത് നാഷണൽ ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ NHS ഹോസ്പിറ്റലുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ NHS ഹോസ്പിറ്റലുകളെ മാനേജ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് 2012 ഈ UK ഗവൺമെൻറ് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സെപ്പറേറ്റ് ഒരു ഡിവിഷൻ കൊണ്ടുവന്നു. അല്ലെങ്കിൽ അതൊരു മാനേജ്മെൻറ്റ് ഡിവിഷനാണ്. ആ ഒരു ഡിവിഷനെയാണ് NHS ഇംഗ്ലണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ NHS ഇംഗ്ലണ്ടിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് NHS ഹോസ്പിറ്റലുകളെ മാനേജ് ചെയ്യുക, അവർക്ക് വേണ്ട ഫണ്ടുകൾ കൊടുക്കുക, അവരെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക എന്നത് മാത്രമായിരുന്നു NHS ഇംഗ്ലണ്ടിൻ്റെ കടമ. അതേപോലെ തന്നെ ഗവൺമെൻറ്റിന് വേണ്ട അഡ്വൈസുകൾ കൊടുക്കുക അല്ലെങ്കിൽ ഗവൺമെൻറ് ഗൈഡൻസ് കൊടുക്കുക എന്നതായിരുന്നു ഈ NHS ഇംഗ്ലണ്ട് ഇത്രയും കാലമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം. എന്നാൽ നിലവിലെ ഗവൺമെൻറ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ NHS ഇംഗ്ലണ്ടിനെ അബോളിഷ് ചെയ്തു. അതെന്ന് വെച്ചാൽ ഇനി മുതൽ NHS ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു ഡിവിഷൻ വേണ്ട എന്ന് പറഞ്ഞ് ആ ഒരു ഡിവിഷനെ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പിരിച്ചുവിടൽ തീരുന്നത് അടുത്ത 2 വർഷം കൊണ്ട് മാത്രമേ തീരുകയുള്ളൂ. എന്താണ് സംഭവിക്കുന്നത്? NHS ഇംഗ്ലണ്ടിലുള്ള ഒരു സെറ്റുള്ള മാനേജ്മെൻറ്റ് സ്റ്റാഫിനെയാണ് ഗവൺമെൻറ് പിരിച്ചുവിടുന്നത്. അങ്ങനെ പിരിച്ചുവിടുന്നതിന് 2 റീസൺസ് ഉണ്ട്. ഒന്ന്, അങ്ങനെ NHS ഇംഗ്ലണ്ടിൽ ഏകദേശം 3000-ന് മുകളിൽ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ പിരിച്ചുവിടുമ്പോൾ ഗവൺമെൻറ് ഹ്യൂജായിട്ടൊരു പൈസ സാലറി ഇനത്തിൽ ലാഭിക്കാൻ പറ്റും. ആ ഒരു പൈസകൾ ഡയറക്റ്റ് ഹോസ്പിറ്റലുകൾക്ക് അവരുടെ പേഷ്യൻ്റ് കെയറിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട റീസൺ. രണ്ടാമത്തത്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഡിവിഷൻ ആണെങ്കിൽ പോലും നിലവിൽ അവർക്ക് NHSൻ്റെ കൺട്രോൾ പൂർണ്ണമായിട്ട് ഡയറക്ടറി ഒരു കൺട്രോളില്ല. കാരണം NHS ഇംഗ്ലണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു NHS ഇംഗ്ലണ്ടിനെ പിരിച്ചുവിടുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഡയറക്റ്റ് കൺട്രോൾ കിട്ടുകയും അവർക്ക് ഗവൺമെൻറ് വേണ്ട രീതിയിൽ എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ നടത്താനും അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ സേഫ്റ്റിക്കും മറ്റു കാര്യങ്ങളനുസരിച്ച് എത്രയും പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താനും അവർക്ക് പറ്റും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് സംബന്ധിച്ചത് നിലവിൽ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് NHS ഇംഗ്ലണ്ടിന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ NHS വെയിൽസ് ഉണ്ട്, NHS സ്കോട്ട്ലൻഡ് ഉണ്ട്. ഇതിനൊന്നും ഇതുവരെ മാറ്റങ്ങൾ വന്നിട്ടില്ല. അതുകൊണ്ട് ആർക്കും ഇതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടുന്നില്ല. NHS ഇംഗ്ലണ്ടിൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റാഫുകൾക്ക് ജോലി നഷ്ടപ്പെടുമെങ്കിലും അവർ ഒരുപക്ഷെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് പല ജോബുകളിലേക്ക് മാറും. അതല്ലെങ്കിൽ മറ്റ് ജോബുകളിലേക്ക് മാറുന്നൊരു ഓപ്ഷനാണ് ഉണ്ടാകുന്നത്. അതല്ലാതെ മലയാളികളെയോ അല്ലെങ്കിൽ NHSലെ നേഴ്സുമാരെയോ ഡോക്ടർമാരെയോ ഇതുകൊണ്ട് ഒരു രാജ്യത്തിലും ബാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.